തേവർ പൂരച്ചടങ്ങുകളുടെ ഭാഗമായി ബുധനാഴ്ച പയ്യന്നൂരിൽ തലക്കാട്ട് ചാലുകുത്തൽ ചടങ്ങ് നടത്തി. രാവിലെ വലപ്പാട് വെന്നിക്കൽ ശിവക്ഷേത്രത്തിൽ പറയും കല്ലേറും കഴിഞ്ഞ കോതകുളം ആറാട്ടിനായി ഭഗവാൻ എഴുന്നള്ളി. ആറാട്ടിന് ശേഷം പയ്യന്നൂരിൽ ടിപ്പു സുൽത്താൻ കരമൊഴിവാക്കി തൃപ്രയാർ തേവർക്ക് പതിച്ചു നൽകിയ നിശ്ചിത സ്ഥലത്ത് തേവരുടെ കോലം വഹിച്ച രവിപുരം ഗോവിന്ദൻ എന്ന ആന കൃഷിയിറക്കുന്നതിനുള്ള അനുമതി നൽകി പ്രതീകമായി 3 തവണ കൊമ്പുകൊണ്ട് ചാലുകുത്തൽ നടത്തി. കൊമ്പിൽ കോർത്തെടുത്ത മണ്ണ് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. ഈ മണ്ണ് കൃഷിയിടത്തിൽ വിതറിയാൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്നാണ് വിശ്വാസം. അവകാശികളായ കണ്ണാത്ത് തറവാട്ടുകാർ പറ നിറച്ച് തേവരുടെ ചാലുകുത്തൽ ചടങ്ങിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ M.K. സുദർശൻ, അംഗം M.P. മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു കുമാർ, ക്ഷേത്ര മാനേജർ A.P. സുരേഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ശേഷം തേവർ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. വൈകിട്ട് തേവർ ഇല്ലങ്ങളിൽ പൂരത്തിന് പുറപ്പെടും. വൈകുന്നേരത്തെ നിയമവിധി കുളത്തേക്കാട്ട് പടിക്കൽ മുഴക്കും. കുളത്തേക്കാട്ട് പറയ്ക്കു ശേഷം തേവർ നാട്ടിക രാമംകുളം ആറാട്ടിന് എഴുന്നള്ളും. രാമംകുളം നവീകരണ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തവണയും അന്നദാനം ഉൾപ്പെടെ വിപുലമായ വരവേൽപ്പാണ് ഒരുക്കിയിട്ടുള്ളത്. തേവരുടെ ആറാട്ട് ചടങ്ങുകൾക്കായി പ്രത്യേകം നിർമ്മിച്ച സ്ഥിരം മണ്ഡപത്തിന്റെ സമർപ്പണവും നടത്തും. രാമംകുളത്തിൽ ആറാട്ടിന് ശേഷം ഇല്ലങ്ങളിൽ പൂരത്തിന് എഴുന്നള്ളുന്ന തൃപ്രയാർ തേവർക്ക് തൃപ്രയാറിലെ വ്യാപാരികൾ രാജകീയമായി വരവേൽക്കും. തുടർന്ന് തേവർ പോളി ജംഗ്ഷന് തെക്ക് ഇല്ലങ്ങളിൽ പൂരത്തിന് തിരിക്കും. തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് സമുദായ മഠത്തിലും ക്ഷേത്രത്തിനകത്ത് കൊട്ടാരത്തിലും പറകൾ നടത്തും.